Praise the Lord. I am not emotionally very fit to say much. I made a note, so I prefer to read that for you. My name is Lidama. Official name is Mariama. I really don't know how to explain my mom's love, kind, care, compassion, and generosity, which she gave her children, an entire neighborhood in Anjalithanam, our birthplace in Kerala. If I say briefly about my mom, she was the fulfillment of all godly, motherly, sisterly love in this world. Godly, she loved all pastors, no matter. എല്ലാ പാസ്റ്റർമാരെയും ഒരുപോലെ സ്നേഹിച്ച എൻ്റെ മാതാവ്. പാസ്റ്റർ സ്റ്റീഫൻ 18 വർഷം ഞങ്ങൾ കൂടിയ സഭയുടെ ഒരു പാസ്റ്ററാണ്. പലപ്പോഴും നാട്ടിൽ പോകുമ്പോൾ എൻ്റെ അച്ചാച്ചനെയും അമ്മയും വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നു. പാസ്റ്ററെ എൻ്റെ അച്ചാച്ചനും അമ്മയും ഒത്തിരി സ്നേഹിച്ചു. ഏതാണ്ട് എൻ്റെ അമ്മ മരിക്കുന്നതിന് 2 ദിവസം മുൻപ് ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ പാസ്റ്റർ സ്റ്റീഫൻ എൻ്റെ റൈറ്റ് സൈഡിൽ വന്നിരുന്ന് എന്നെ കംഫർട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ സ്വപ്നത്തിൽ കൂടി കണ്ടു. അന്ന് ഞാൻ വിചാരിച്ചില്ല എന്തിനാണ് പാസ്റ്റർ എന്നെ കംഫർട്ട് ചെയ്യുന്നതെന്ന്. ഹല്ലേലൂയ. അങ്ങനെ ഗോഡ്ലി ലവ് എൻ്റെ അമ്മ കാണിച്ചിരുന്നു. മദർലി ലവ് എൻ്റെ നെയ്ബർഹുഡിലും അവിടെ വന്ന് എല്ലാവരോടും ഹല്ലേലൂയ സ്തോത്രം, വീട്ടിൽ വരുന്നവർക്കും പോകുന്നവർക്കും സെർവൻസിനും ഹല്ലേലൂയ എല്ലാവർക്കും എൻ്റെ അമ്മ നല്ലൊരു മാതാവായിരുന്നു. സിസ്റ്റർലി ലവ് എൻ്റെ അമ്മയുടെ ആങ്ങളെ വിളിക്കുന്ന കുഞ്ഞെന്നാണ്. ഒരാങ്ങള ഇപ്പോൾ ജീവനോടുണ്ട്, അച്ഛനും ചായനും. അമ്മയുടെ അനിയത്തിയുടെ പേര് സാറാമ്മ എന്നാണ്. അമ്മ സാറാമ്മയെ വിളിക്കുന്ന കൊച്ചെന്നാണ്.
അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ എന്തുമാത്രം സ്നേഹം എൻ്റെ അമ്മയുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു എന്ന്. കൊച്ച് എന്ന് വിളിക്കുമ്പോൾ ഞങ്ങൾ ചിലപ്പോൾ വിചാരിക്കും എൻ്റെ ഏറ്റവും ഇളയ സിസ്റ്ററെയാണോ അമ്മയുടെ അനിയത്തിയാണോ വിളിക്കുന്നതെന്ന് അറിയാതെ. പലപ്പോഴും അമ്മ പറയും ഞാൻ സാറാമ്മ കൊച്ചിനെയാണ് വിളിക്കുന്നതെന്ന്. അങ്ങനെ എൻ്റെ അമ്മയുടെ സ്നേഹം ചെങ്ങുച്ചാനായിരുന്നെങ്കിൽ ആണെങ്കിൽ എൻ്റെ അമ്മയെ കൊണ്ടുവന്നപ്പോൾ മടിയിലിരുത്തിയാണ് 2 പ്രാവശ്യം എയർപോർട്ടിൽ കൊണ്ടുവന്ന് യാത്രയാക്കിയത്. ഇവിടെ വന്നപ്പോൾ അച്ചങ്ങുച്ചാൻ ഇവിടെ വരുവാനും കാണുവാനും ഇടയായി. വന്നപ്പോൾ പോകുന്ന സമയത്ത് എന്നോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച അച്ചങ്ങുച്ചാൻ, ഇനിയും എനിക്ക് എൻ്റെ അമ്മാമ്മയെ കാണുവാൻ പറ്റുമോ? ഞാനപ്പോൾ പറഞ്ഞു, റിയലി അച്ചങ്ങുച്ച എനിക്ക് അറിയത്തില്ലെന്ന്. ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയിലും ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. ഹല്ലേലൂയ. In 2013 New Year, it was a blessed, happy day in my life. We are 8 kids. I am the middle. I am the centerpiece. So God chose me to take care of my mother. എൻ്റെ കൂടെ എൻ്റെ അമ്മ 3.5 വർഷക്കാലം ജീവിപ്പാനും എൻ്റെ അമ്മയെ എൻ്റെ ഉള്ള ആരോഗ്യത്തിലും എൻ്റെ മാക്സിമം സ്ട്രെങ്തിൽ എൻ്റെ പരമാവധി കഴിവിൽ എൻ്റെ അമ്മയെ ടേക്ക് കെയർ ചെയ്തു എന്ന് പറയുവാൻ ധൈര്യത്തോടെ എനിക്കിന്ന് കഴിയും. എൻ്റെ അമ്മ മരിക്കുന്നതിൻ്റെ ആ ദിവസം തിങ്കളാഴ്ച അന്ന് വരെയും എണ്ണിപ്പിച്ച എൻ്റെ ഒരു ഇടയ്ക്ക് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു സിസ്റ്ററിലോ ന്യൂയോർക്കിൽ നിന്ന് വന്നപ്പോൾ എന്നോട് ചോദിക്കുകയുണ്ടായി, ലീലാമ്മയെ എന്നും എണ്ണിപ്പിച്ച് കുളിപ്പിക്കണോ? ഞാൻ പറഞ്ഞു, അമ്മാമ്മ കുളിച്ചില്ലേ, അമ്മാമ്മയെ ചൊറിയില്ലയോ? അതുപോലെ എൻ്റെ അമ്മയെ എന്നും എണ്ണിപ്പിച്ച് കുളിപ്പിക്കണം. കുളിപ്പിച്ച് ലോഷൻ പരത്തി കിടത്തി കഴിഞ്ഞാൽ പിന്നെ അമ്മ കംഫർട്ടബിളായിട്ട് ഉറങ്ങുന്നത് കാണുവാൻ കഴിയും. അതുകൊണ്ട് അന്നും എണ്ണിപ്പിച്ച് കുളിപ്പിച്ച് കിടത്തിയ ശേഷം 5:30 ആയപ്പോൾ ഞാൻ ജോമൻചാനോട് പറഞ്ഞു, നമുക്ക് പാട്ട് പാടി പ്രാർത്ഥിക്കാമെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ മുട്ടുമടക്കി അമ്മയുടെ കട്ടിലിനരികെ ഇരുന്ന് ആ യേശു മാറാത്തവനുള്ള പാട്ട് പാടി. എൻ്റെ അമ്മ ഞാൻ ഇടയ്ക്ക് നിർത്തിയേച്ച് ശ്രദ്ധിക്കും. അപ്പോൾ അമ്മ ആ പാട്ട് മുഴുവൻ പാടി ഞാൻ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അമ്മ ആമേൻ പറയും. ജോമൻചാൻ പ്രാർത്ഥിച്ചു കഴിയുമ്പോഴത്തേക്ക് അമ്മ ഉറങ്ങിയും കഴിയും. ഹല്ലേലൂയ. അങ്ങനെ ആയിരുന്നു. We were 8 kids, 5 families in Chicago, gathered in my house, the New Year I'm talking about, with our pastor and family, and we had a very blessed time with my mom. That time, I never thought that was my last New Year with my mom in this world. My mom used to say so many things when I was busy taking care of her daily life. Most of the jokes and conversation I used to share one of my friend ഷൈനി എന്ന് പറയുന്നത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു EKG ടെക്കാണ്. എൻ്റെ അമ്മയോട് ഞാൻ പലപ്പോഴും സംസാരിക്കുകയും ജോക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ കഴിഞ്ഞ ആഴ്ച ബുധനാഴ്ച അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അമ്മ എന്നോട് പറയുണ്ടായി, മോളെ അടുത്ത വെള്ളിയാഴ്ച എന്താണ് ഇവിടെ നടക്കുവാൻ പോകുന്നത്? അപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മേ എന്താണ് ഇവിടെ നടക്കുവാൻ പോകുന്നത്? അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, മോളെ നീ കണ്ടറിയുക. എനിക്കറിയില്ലായിരുന്നു എന്നെ ഇതുപോലെ ഒരു സ്റ്റേജിൽ നിർത്തുവാനാണ് എൻ്റെ അമ്മ ഇങ്ങനെ പറയുന്നത്. Now my mom gone forever, but I have the hope, and I will see her one day in His glory in the other shore. കർത്താവിനെ
രക്ഷിതാവായി സ്വീകരിപ്പാനും കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിപ്പാനും ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് എൻ്റെ പേരൻസ് എന്നെ പഠിപ്പിച്ചു. ഈ ലോകത്തിലെ നോ മാറ്റർ എന്ത് തന്നെ ഉണ്ടായിരുന്നാലും, പണമുണ്ടായിരുന്നാലും, ഈ ലോകത്തെയും അതിനെയും നീ സ്നേഹിക്കരുതെന്നും നാം ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മുടെ കൂടെ വരുന്നതെന്നും എന്നെ പഠിപ്പിച്ചു. അങ്ങനെ ഞങ്ങളെ ഹല്ലേലൂയ സ്തോത്രം, എല്ലാവരും കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ ഒരു ബ്രദർ ഒഴിച്ച് കർത്താവിൻ്റെ കൽപ്പന അനുസരിപ്പാനും ദൈവം ഭാഗ്യം തന്നു. ഞാൻ ഒരു ദിവസം ഇപ്പോൾ വായിച്ചതുപോലെ എൻ്റെ അമ്മയെ ആദർശ് ഷോറിൽ കാണും എന്ന് പരിപൂർണമായി വിശ്വസിക്കുന്നു. നമുക്ക് ചേർന്ന് ഒരു പാട്ട് പാടാം. കർത്താവ് തൻ ഗംഭീരനാദത്തോടും കാണുമെന്ന് എനിക്ക് നിശ്ചയമുണ്ട്. എന്റെ വാക്കുകളെ വിളിച്ചിരുന്നു. സർവശക്തനായ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഏതവസരത്തിലും ദൈവത്തെ സ്തുതിപ്പാനാണല്ലോ ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആജ്ഞ അതാണല്ലോ, എപ്പോഴും സന്തോഷിപ്പീൻ, എല്ലായ്പ്പോഴും പ്രാർത്ഥിപ്പീൻ, ദുഃഖത്തിലും സങ്കടത്തിലും ചങ്ങുപൊട്ടുമ്പോഴും സ്വർഗത്തിലേക്ക് നോക്കി ആശ്വാസം പ്രാപിപ്പാൻ തക്കവണ്ണം സ്വർഗം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൽപ്പന അനുസരിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യം തന്നു. ഞങ്ങളുടെ മാതാവിനെ കുറിച്ച് കേട്ടതിൽ ഒരു കാര്യം പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഞാനൊന്നും പറയണമെന്ന് ആഗ്രഹിച്ച, എന്നാൽ 16 വയസ്സ് വരെ ഞാൻ വീട്ടിലുണ്ടായിരുന്നു. പെൺപിള്ളേര് എങ്ങനെ ജീവിക്കുമെന്നുള്ളത് മാതാവ് ചെറുപ്രായത്തിൽ തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അച്ചടക്കത്തിൽ വളരണം. പെണ്ണുങ്ങളുടെ വോയിസ് ഞങ്ങളൊന്നുറക്കെ ചിരിച്ചാൽ നമ്മളോട് പറയും, അടുക്കളയ്ക്ക് പുറത്തു വരരുത്. താഴ്മയോടെ ജീവിക്കണം. ഉള്ളതിൽ തൃപ്തിപ്പെടണം. എനിക്ക് 4 പാവാടയേ ഉള്ളൂ. 5 ദിവസം സ്കൂളിൽ പോകണം. എനിക്ക് ഒരു പാവാടയുള്ള മാറി മാറിയുള്ളൂ. എന്നോട് പറഞ്ഞു, മോളെ, നീ നിന്നേക്കാൾ ഉയർന്നവരെ ഒരിക്കലും നോക്ക്, നിനക്ക് ഒരിക്കലും തൃപ്തി വരികയില്ല. എന്നാൽ താഴ്ന്നവരെ നോക്കുമ്പോൾ ഒരു പാവാടയുമായി എന്നും വരുന്നവരെ നീ നോക്കണം. അപ്പോൾ നിനക്ക് സന്തോഷമാകും. ഞാനതെൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഞാനത് ഓർക്കും. സൗകര്യം ലഭിച്ചപ്പോഴും അനേക ഡ്രസ്സുകൾ കിട്ടുമ്പോഴും എൻ്റെ അമ്മ പറഞ്ഞ വാക്കുകൾ എപ്പോഴും ഓർക്കും. എപ്പോഴും പ്രാർത്ഥിക്കണം. അമ്മ 1973 സ്നാനപ്പെട്ടു എന്ന് കേട്ടല്ലോ. എന്നാൽ അമ്മ യാക്കോബ സമാജത്തിൽ പേരൻസ് അങ്ങനെയാണ് വളർന്നതെങ്കിലും ഞാനെപ്പോഴും ഓർക്കും, അമ്മ അതിൻ്റെ പാരമ്പര്യം CSIയിലായിരുന്നെങ്കിൽ തന്നെയും അതിൻ്റെ പാരമ്പര്യം എപ്പോഴും കാണിക്കുന്നത് ഞാൻ വഴക്കിട്ടിട്ടുണ്ട്. അമ്മ എന്തിനാണ് ഇങ്ങനെ ഇട്ട് നോയമ്പ് നോക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ നോയമ്പ് നോക്കുന്നത്? ഓരും പാലും ഇറച്ചിയൊന്നും കൂട്ടാതെ അനേക ദിവസങ്ങൾ ഇങ്ങനെ പട്ടിണി കിടന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. തലമുറയെ ഓർത്ത് വില വെച്ചു. അതിൻ്റെ അനുഗ്രഹം മാത്രമാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ
മാതാക്കളുടെ പ്രാർത്ഥനയുടെ അനുഗ്രഹം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. കാണേണ്ടവനെ കാണണമെന്ന് എപ്പോഴും പറയും, നോക്കേണ്ടവനെ നോക്കണം. അങ്ങനെ നല്ല മാതൃക കാണിച്ച നിങ്ങളുടെ മാതാവും പിതാവും ഇപ്പോൾ പല കാര്യം ഓർത്ത് സന്തോഷിക്കുന്നതിൽ ഒരു കാര്യം, അവരൊരുമിച്ച് സ്വർഗത്തിൽ സന്തോഷിക്കുന്നു. അമ്മയോട് പ്രിയപ്പെട്ടവരെ നിങ്ങളോട് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഞാനൊരു സ്റ്റോറിയിലേക്ക് പോകുന്നില്ല, സമയം പോകുന്നുവല്ലോ. കർത്താവ് ഞങ്ങൾക്ക് എല്ലാവർക്കും സമാധാനവും ആശ്വാസവും തന്നിട്ടുണ്ട്. അമ്മ ചെയ്ത് ഓരോന്നും മനസ്സിലിങ്ങനെ ആവർത്തിച്ച് വരുമ്പോൾ വേദനയുണ്ട്, ദുഃഖമുണ്ട്, ഭാരമുണ്ട്. എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത് എൻ്റെ അമ്മയുടെ ജീവനോടെ ഉണ്ടെന്ന് പറയുന്നത് എനിക്കൊരു അഭിമാനമായി. കാണുമ്പോൾ അമ്മയെന്ന് വിളിക്കുന്ന എനിക്കൊരു സന്തോഷം. ഇനിയും അതില്ലല്ലോ എന്ന് ഞാൻ എപ്പോഴും അതാണ് എന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം. എന്നാൽ സ്വർഗത്തിലെ ദൈവം ആശ്വാസം തരുന്നു. എല്ലാവരുടെയും